നമസ്കാരം. ബി.ജെ.പി ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള യു.ഡി.എഫിന്റെ നീക്കം അമ്പെ പരാജയപ്പെട്ടു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അരങ്ങേറിയ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെയാണ് ഇതുണ്ടായത്. അവിശ്വാസത്തെ പിന്തുണയ്ക്കില്ല എന്ന് എൽ.ഡി.എഫ് കളം മാറ്റി വ്യക്തമാക്കിയതോടെ മറ്റു വഴികളില്ലാതെ യു.ഡി.എഫ് നീക്കത്തിൽ നിന്നും പിന്തിരിയുകയായിരുന്നു. ഇതോടെ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും കോർപ്പറേഷൻ ഭരണത്തിൽ മേയർ വി രാജേഷിന് തൽക്കാലം വെല്ലുവിളികളില്ലാത്ത സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായി താൻ ആഗ്രഹിച്ച ദിശയിൽ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ബി ക്യാമ്പ്. വഴുട്ടുകോണം കൗൺസിലർ സുഗതനെ അയോഗ്യനാക്കണം എന്ന ആവശ്യം ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. അവിശ്വാസ പ്രമേയത്തിന് യു.ഡി.എഫ് തീരുമാനിച്ചിരുന്നു എങ്കിലും കത്ത് നൽകാൻ മതിയായ പിന്തുണ ലഭിച്ചില്ല എന്നാണ് നിലവിലെ വിവരം. അവിശ്വാസ ചർച്ചയ്ക്കുള്ള സാധ്യത എൽ.ഡി.എഫ് നിഷേധിക്കുന്നതിന് കാരണം ബി.ജെ.പിയുമായുള്ള രഹസ്യധാരണ കൊണ്ടാണെന്നാണ് യു.ഡി.എഫിന്റെ ആരോപണം. അതായത് ഇന്ന് നടക്കുന്ന കൗൺസിൽ യോഗത്തിലായിരുന്നു വാഴൂട്ടുകോണം കൗൺസിലർ സുഗതനെ അയോഗ്യനാക്കണം എന്ന ആവശ്യം ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കമുണ്ടായത്. 101 അംഗ നഗരസഭയിൽ അവിശ്വാസ പ്രമേയ നോട്ടീസ് കളക്ടർ പരിഗണിക്കണമെങ്കിൽ 1/3 പിന്തുണ ആവശ്യമാണ്. 34 പേർ ഒപ്പമുണ്ട് എങ്കിലും അവിശ്വാസ പ്രമേയം സാധ്യമാകും. കൗൺസിലിൽ യു.ഡി.എഫിന്റെ അംഗബലം 20 ആണ്. എൽ.ഡി.എഫിന് 29 അംഗങ്ങളാണുള്ളത്. കൂടാതെ കോൺഗ്രസ് വിമതനായ സുധീഷ് കുമാറിന്റെ പിന്തുണയും ഉണ്ടാകും. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ അംഗബലം 50 ആകും. ബി.ജെ.പി പക്ഷത്ത് 51 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ സുഗതൻ അറസ്റ്റിലായതോടെ 50 പേരായി ബി.ജെ.പി അംഗങ്ങൾ. അവിശ്വാസ പ്രമേയ നോട്ടീസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ കളക്ടർ യോഗം വിളിച്ചു ചേർക്കും. പകുതി അംഗങ്ങൾ ഹാജരായാൽ അവിശ്വാസത്തിന്മേൽ ചർച്ച ചെയ്യാനുള്ള യോഗം നടക്കും. എന്തായാലും യു.ഡി.എഫ് കൗൺസിൽ ലീഡർ കെ.എസ്. ശബരിനാഥിന്റെ നേതൃത്വത്തിലായിരുന്നു അവിശ്വാസ പ്രമേയത്തിലുള്ള അണിയറ നീക്കങ്ങൾ സജീവമായിരുന്നത്. എന്നാൽ 100 കൗൺസിലിൽ കേവലം 20 അംഗങ്ങൾ മാത്രമുള്ള യു.ഡി.എഫിന് പ്രമേയം പാസാക്കിയെടുക്കാൻ എൽ.ഡി.എഫിന്റെ പിന്തുണ അനിവാര്യമായിരുന്നു. സംയുക്ത നീക്കത്തിലൂടെ ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കാമെന്നാണ് യു.ഡി.എഫ് കണക്കുകൂട്ടിയെങ്കിലും തന്ത്രപരമായ നിലപാടുകളിലൂടെ സി.പി.എം നയിക്കുന്ന എൽ.ഡി.എഫ് ഇതിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. ബി.ജെ.പിയുമായി സി.പി.എം ഉണ്ടാക്കിയ രഹസ്യധാരണയുടെ ഭാഗമായായിരുന്നു അവിശ്വാസത്തെ പിന്തുണയ്ക്കാത്തതെന്ന രാഷ്ട്രീയ ആരോപണം ഇതിനകം തന്നെ കോൺഗ്രസ് ഉയർത്തിക്കഴിഞ്ഞു. നയപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് തൽക്കാലം അവിശ്വാസത്തെ പിന്തുണയ്ക്കാനാകില്ല എന്നാണ് എൽ.ഡി.എഫ് നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. അവിശ്വാസ പ്രമേയം നീക്കം ഉപേക്ഷിച്ചു എങ്കിലും കാപ്പ കേസിൽ പ്രതിയായ കൗൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് കൗൺസിലിനകത്തും പുറത്തും പ്രതിഷേധം ഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ സംയുക്ത തീരുമാനം. ഇന്ന് കൗൺസിൽ യോഗം ചേരാനിരിക്കെ മേയർ വി രാജേഷിനെതിരെ ഭരണസമിതിക്കെതിരെയും ശക്തമായി പ്രതിഷേധമുയർത്താൻ യു.ഡി.എഫ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കോർപ്പറേഷനിലേക്ക് ഇന്ന് യു.ഡി.എഫ് വൻ പ്രതിഷേധ മാർച്ച് നടത്തും. തെരുവുനായ ശല്യം, കുടിവെള്ള പ്രതിസന്ധി, മാലിന്യ പ്രശ്നം തുടങ്ങിയ ജനകീയ വിഷയങ്ങളും ഇതോടൊപ്പം ഉയർത്തിക്കാട്ടും. അതേസമയം അവിശ്വാസ പ്രമേയത്തെ തള്ളിപ്പറഞ്ഞുവെങ്കിലും സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് ഭരണസമിതിക്കെതിരെ കോർപ്പറേഷന് മുന്നിൽ നടത്തിവരുന്ന റിലീസ് സത്യാഗ്രഹം കൂടുതൽ ശക്തമാക്കാനാണ് സി.പി.എമ്മിന്റെ തീരുമാനം. വരും ദിവസങ്ങളിൽ കൗൺസിൽ ഹാളിന് മുന്നിൽ ഭരണ പ്രതിപക്ഷ പോര് രൂക്ഷമാകുമെങ്കിലും അവിശ്വാസ പ്രമേയം എന്നതിൽ വലിയ പ്രതിസന്ധിയെ അതിജീവിച്ച ബി.ജെ.പി ഭരണസമിതിക്ക് തൽക്കാലം ആശ്വാസത്തോടെ ഭരണം തുടരാം.